ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചനയുടെയും ഗോകുലിൻ്റെയും വിവാഹത്തെപ്പറ്റി ഇപ്പോൾ അവന്തികയും ശോഭനയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവന്തിക ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട്, മോൾ എന്താണ് ആലോചിക്കുന്നതെന്ന്. അപ്പോൾ അവന്തിക പറയുന്നു, ഞാൻ അവരെക്കുറിച്ചാണ് ആലോചിച്ചത്. ഇന്നവർ രാത്രി ഒരുമിച്ച് ഒരു മുറിയിലല്ലേ ഉറങ്ങുന്നത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട്, അതെ, അവരിന്ന് വരെ ഒരുമിച്ചൊരു മുറിയിൽ കിടന്നിട്ടില്ല, അതും ഗൗരിമോൾ പോലും ഇല്ലാതെ എന്നിങ്ങനെ ശോഭന പറയുന്നുണ്ട്. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ അവർ ഒന്നായിക്കോളും എന്ന് അവന്തികയും പറയുന്നു. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഗോകുൽ ഇപ്പോൾ അവിടെയുള്ള ഒരു സോഫയിൽ കൊണ്ടുവന്ന് ബെഡ്ഷീറ്റും തലേണയൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടക്കാൻ ഒരുങ്ങുന്നു. ഇത് കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ കിടക്കുന്നത് എന്ന്. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, തനിക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ കിടക്കും, അത് കാരണം തനിക്ക് ഉറക്കാൻ ഡിസ്റ്റർബൻസ് ആകണ്ടെന്ന് കരുതിയ, തനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ, അതുകൊണ്ടാണെന്ന് ഗോകുൽ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗോകുൽ ആ സോഫയിലേക്ക് കിടക്കുകയാണ്. ശേഷം കാണിക്കുന്നത് സച്ചി ഇപ്പോൾ അർച്ചനയുടെ വിവാഹം കണ്ട് ഞെട്ടി ഉണരുകയാണ്. ആ സ്വപ്നം കണ്ടതും സച്ചി വളരെയധികം പേടിക്കുന്നുണ്ട്. ഈ സമയം കമലയും കാണിക്കുന്നുണ്ട്. കമല ഇപ്പോൾ ബലിയിടാൻ പോകാൻ നിൽക്കുകയാണ്. സച്ചി അറിയാതെയാണ് പോകാൻ നിൽക്കുന്നത്. സച്ചിമോൻ ഉണരുന്നതിന് മുമ്പ് ഞാൻ പോകട്ടെ എന്ന് കമല പറയുന്നുണ്ട്. ആതിരയും സ്നേഹയും അനഘയും അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് 3 പേർക്കും കാര്യങ്ങളൊക്കെ അറിയാം. ഈ കർമ്മങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്നായിരിക്കും നിയോഗം, അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ വളരെയധികം വിഷമിച്ച് കമല ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് കമല ഇപ്പോൾ അവിടെ വീട്ടിൽ നിന്നും ബലിയിടാനായി പോവുകയാണ്. ആതിരയും അനഘയും സ്നേഹയും വളരെയധികം വിഷമിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അർച്ചന ഒരുങ്ങുന്നുണ്ട്. ഈ സമയം കമല അവിടെ വന്ന് ആഭരണങ്ങളൊക്കെ കാണിച്ച് അർച്ചനയെ ഒരു മണവാട്ടിയെ പോലെ അണിയിച്ചൊരുക്കാനായി ശ്രമിക്കുന്നു. അമ്മ ഇതൊക്കെ കൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് ഈ ആഭരണങ്ങളൊക്കെ കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്. ഉടനെ ശോഭന പറയുന്നുണ്ട്, അത് പിന്നെ നമ്മളൊരു ദൂരയാത്രയ്ക്ക് വന്നതല്ലേ, ഇതൊക്കെ വീട്ടിൽ വെച്ചിട്ട് പോരാൻ ധൈര്യമില്ലാഞ്ഞിട്ടാ. ശിശിരയുടെ കാര്യം അറിയാമല്ലോ, അവളുടെ സ്വഭാവം ഏത് നേരത്തെ എങ്ങനെയാണ് മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, മോൾക്കത് അറിയില്ലേ എന്നൊക്കെ അർച്ചനയോട് ശോഭന ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓരോ ആഭരണങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അർച്ചനയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ ഇത് വേണ്ട, വേറൊരെണ്ണം വെച്ച് നോക്കിയിട്ട് ആ മാല ഇപ്പോൾ കഴുത്തിൽ അണിയിക്കുന്നുണ്ട് ശോഭന. ഇതെന്തിനാമ്മ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇതൊക്കെ അമ്മയുടെ ഒരു സന്തോഷത്തിനാ എന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാം ഇട്ട് അണിയിച്ചൊരുക്കുന്നുണ്ട് ശോഭന അർച്ചനയെ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ അവന്തിക അവിടേക്ക് വരുന്നുണ്ട്. അവന്തികയുടെ കയ്യിൽ കുറച്ച് മുല്ലപ്പൂവുമുണ്ട്. ആഹാ, സുന്ദരിയായല്ലോ, ഇനി ഇപ്പോൾ മുല്ലപ്പൂവും കൂടെ വെച്ചാൽ അസൽ മണവാട്ടി പെണ്ണായി എന്നൊക്കെ ഇങ്ങനെ അവന്തിക അർച്ചനയോട് പറയുന്നു. ഇത് കണ്ടിപ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ, ദേവിയുടെ മുന്നിൽ ഒരു നേർച്ച നടത്താനല്ലേ, അതിന് ഇങ്ങനെയൊക്കെ എന്തിനാ ഒരുങ്ങുന്നത് എന്ന് അർച്ചന ഇപ്പോൾ അവന്തികയോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അവന്തിക പറയുന്നു, നേർച്ചയും ആചാരങ്ങളും ഒക്കെ ആണെങ്കിലും നടക്കാൻ പോകുന്നത് ഒരു താലികെട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അർച്ചനയുടെ മുടിയിൽ ആ മുല്ലപ്പൂ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അവന്തിക. അങ്ങനെ പൂ വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അവന്തിക ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ഇന്ന് നിന്നെ ഞാൻ ഒരു കല്യാണപ്പെണ്ണിനെ പോലെ തന്നെ ഒരുക്കും. ഇന്ന് നടക്കാൻ പോകുന്നത് നിന്റെ 2ാം കെട്ടാണ്. ഗോകുലിൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഈ ജന്മം നിനക്കൊരു മോചനമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക. ഇന്ന് ഗോകുൽ കെട്ടുന്ന താലി നിന്റെ കഴുത്തിൽ മുറുകുന്നതോടെ നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പോലും ഇണക്കുരുവികളായിരുന്ന സച്ചിയും നീയും ഇനി മരണം വരെ ഒരുമിക്കില്ല, എനിക്കത് മതി എന്നൊക്കെ അവന്തിക വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചന ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടിയിലൊക്കെ നോക്കി വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ആകെ മൂഡ് ഓഫ് ആയി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ഇപ്പോൾ ആരതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സച്ചി, എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയി ഇരിക്കുന്നതെന്ന്. ഒന്നുമില്ല, ചെറിയൊരു തലവേദന എന്ന് സച്ചി പറയുന്നു. എന്തേ വന്ന് എന്നോട് ദേഷ്യമായോ എന്ന് ആരതി ചോദിക്കുന്നുണ്ട്. എനിക്ക് ആരോടും ദേഷ്യവും പരാതിയും ഒന്നുമില്ല എന്ന് സച്ചി പറയുന്നു. വീട്ടിലെ ഓരോ പ്രശ്നങ്ങളും ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ പോലും പേടിപ്പിക്കുന്നതാണ് എന്ന് സച്ചി പറയുന്നു. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളോ, ഇത് നല്ല കഥയായി. അതിന് സച്ചി എന്താണ് സ്വപ്നം കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ആരതി. എൻ്റെ അർച്ചനയുടെ കല്യാണം എന്ന് വളരെയധികം വിഷമത്തോടെ സച്ചി ഇപ്പോൾ പറയുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിന് മുന്നിൽ വിവാഹ വേഷത്തിൽ അർച്ചന നിൽക്കുന്നു. ആരോ ഒരാൾ അർച്ചനയുടെ കഴുത്തിൽ താലി കെട്ടുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് ഇപ്പോൾ ആരതി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സ്വപ്നത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഏത് നിമിഷവും സച്ചിക്ക് അർച്ചനയെക്കുറിച്ചുള്ള വിചാരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് സച്ചി ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടത് എന്ന് ചിരിച്ചുകൊണ്ട് ആരതി പറയുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ തന്നെ കല്യാണമാണെങ്കിലോ സച്ചി സ്വപ്നത്തിൽ കണ്ടത് എന്ന് ആരതി ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ എന്ന് സച്ചി ചോദിക്കുന്നു. ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും, ഊണിലും ഉറക്കത്തിലും അർച്ചനയുടെ വിചാരം തന്നെയാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത് എന്ന്
ആരതി പറയുന്നു. വക്കീൽ പറഞ്ഞ സത്യമായിരിക്കുമല്ലേ എന്ന് സച്ചി ചോദിക്കുന്നു. അല്ലാതെ പിന്നെ നിങ്ങളുടെ സച്ചിയുടെ ഒരു മണ്ടത്തരം, നമുക്കൊരു ഫിൽറ്റർ കോഫി കുടിച്ചാലോ എന്ന് ആരതി ചോദിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഇവിടെ എവിടെയുണ്ട് ഫിൽറ്റർ കോഫി എന്ന് സച്ചി ചോദിക്കുന്നു. അത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടേക്ക് പോകാമെന്ന് ആരതി പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവരവിടെ നിന്നും പോവുകയാണ്. ശേഷം കാണിക്കുന്നത് ഗോകുലാണ്. ഗോകുൽ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായിരിക്കുന്നുണ്ട്. ഈ സമയം ഇവിടേക്ക് ശോഭനയും അവന്തികയും കൂടി വരുന്നുണ്ട്. റെഡിയായില്ലേ, സമൃദ്ധ എവിടെ, നമുക്ക് പോകാം എന്ന് പോകണ്ടേ എന്ന് ഗോകുൽ ചോദിക്കുന്നുണ്ട്. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞങ്ങളൊരു കാര്യം ഗോകുലിനോട് മറച്ചു വെച്ചു. താലിമാല പൂജിക്കുന്ന ചടങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സമൃദ്ധയുടെ കഴുത്തിൽ കിടക്കുന്നത് മറ്റാരോ കെട്ടിയ താലിമാലയാണല്ലോ. ആ പഴയ താലിമാല പൂജിക്കാൻ കൊടുക്കുമ്പോൾ പഴയ താലി മാറ്റി അതിൽ പുതിയ താലി വേണമെന്നാണ് അമ്മയുടെ ആഗ്രഹം എന്ന് അവന്തിക പറയുമ്പോൾ സമൃദ്ധ അതിനിത് സമ്മതിച്ചോ എന്ന് ഗോകുൽ ചോദിക്കുന്നു. ഇല്ല, അവളോട് ഇതുവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ശോഭന പറയുന്നു. എന്താ അമ്മ ഇത്, പരസ്പരം വിശ്വാസത്തോടെയുള്ള ഒരു ജീവിതം ഇങ്ങനെ ഒരു കള്ളത്തരത്തിലൂടെ തുടങ്ങണോ എന്ന് ഗോകുൽ ചോദിക്കുന്നു. ഇപ്പോൾ കഴുത്തിൽ കിടക്കുന്ന മാലയും താലിയും പൂജിച്ചു കെട്ടാൻ മാത്രമേ ഈ സമൃദ്ധ സമ്മതിച്ചിട്ടുള്ളൂ, അല്ലാതെ പുതിയൊരു താലി ഇടാൻ സമൃദ്ധ സമ്മതിക്കില്ല എന്നൊക്കെ ഗോകുൽ പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, അത് അമ്മയ്ക്ക് അറിയാം, അതുകൊണ്ട് അവൾ ഇതറിയാതെ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്ന് ശോഭന. ഗോകുൽ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി കെട്ടിയ ആൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ചോദിക്കാനാണെങ്കിൽ സമൃദ്ധിക്കിട്ട് ഓർമ്മയുമില്ല. അഥവാ അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ താലി കെട്ടിക്കൊണ്ട് നടക്കുന്നത് വലിയൊരു ദോഷമാണ് എന്ന് ശോഭന പറയുന്നുണ്ട്. അതെല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ഒരു ചെറിയ കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. കെട്ടിയിരിക്കുന്നത് പഴയ താലിയാണെന്ന് വിചാരിക്കുന്നതോടെ സമൃദ്ധിക്കും സന്തോഷമാകും എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാനെങ്കിൽ തന്നെ നമ്മൾ താലിയൊന്നും വാങ്ങിയിട്ടില്ലല്ലോ എന്ന് ഗൂഗിൾ ചോദിക്കുന്നു. അതുപോലൊരു താലി എവിടെ കിട്ടാനാണ്? അതൊക്കെ ഗൂഗിൾ എനിക്ക് വിട്ടേക്ക്, അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് അവന്തിക ഗൂഗിളിനോട് പറയുന്നു. സമൃദ്ധി ആ കഴുത്തിൽ നിന്ന് ആ താലി ഊരി മാറ്റി പൂജാരിക്ക് കൊടുക്കുന്ന ആ സമയത്ത് ഞാൻ അതിൽ നിന്നും ആ താലി മാറ്റി പുതിയ താലി ഇട്ടോളാം. ഒരേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പഴയ താലിയാണെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് പഴയ താലി ദേവിയുടെ ഭണ്ഡാരപ്പെട്ടിയിൽ കാണിക്കയിട്ടിട്ടാൽ മതി. അതൊക്കെ പിന്നെ ദേവി നോക്കിക്കോളും. നിന്റെ നല്ല അറിയാവുന്നത് കൊണ്ട് അമ്മ പറയുകയാണ്. ഒരിക്കലും ഇതൊന്നും സമൃദ്ധി അറിയരുത്. പറഞ്ഞാൽ അപ്പോൾ അന്നത്തോടെ ഈ ബന്ധം ചിലപ്പോൾ അവസാനിക്കുമെന്നും പറയുന്നുണ്ട് ശോഭന. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പറഞ്ഞ് ഗോകുലിനെ രണ്ടുപേരും കൂടി സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പോകാൻ സമയമായി. സമൃദ്ധിയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവന്തിക അവിടേക്ക് പോകുന്നു. അങ്ങനെ അവളെ പൊട്ടാനുള്ള അവസാനത്തെ കടമ്പയും കടന്നു കഴിഞ്ഞു എന്ന് അവന്തിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. കമൽ ഇപ്പോൾ ബലിയിടുന്നതിനായി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു തിരുമേനി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഇപ്പോൾ ശോഭനയും ഗോകുലിനെയും അവന്തികയും അർച്ചനയുമാണ് കാണിക്കുന്നത്. അവർ 4 പേരും ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആരതിയും സച്ചിയും ഇപ്പോൾ കോഫി കുടിക്കുന്നതിനായി ഒരു ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്, സ്വാമീസ് ഹോട്ടലിൽ. അങ്ങനെ വീണ്ടും അർച്ചനയൊക്കെയാണ് കാണിക്കുന്നത്. അവർ ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പൂജാരി വന്നിട്ട് പറയുന്നുണ്ട്, ആ താലിമാല ഊരി ഈ തട്ടത്തിലേക്ക് വെച്ചിട്ട് തൊഴുത് പ്രദക്ഷിണം ചെയ്ത് വന്നുകൊള്ളാൻ. അങ്ങനെ ഇപ്പോൾ അർച്ചന കഴുത്തിൽ നിന്നും ആ താലിമാല ഊരി ആ തട്ടത്തിലേക്ക് വെക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഗോകുലും അർച്ചനയും കൂടി പ്രദക്ഷിണം വയ്ക്കുന്നതിനായി പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ശോഭനയോട് പറയുന്നുണ്ട് ആ താലി ഇങ്ങെടുക്കാൻ. അങ്ങനെ ശോഭന താലി എടുത്ത് അവന്തികയുടെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ അവന്തിക ആ താലി മാറ്റുന്നതിനായി അങ്ങോട്ട് ആ മാല എടുത്ത് കൈപ്പിടിക്കുന്നുണ്ട്. ഇതാണ് നിൻ്റെ വിധി ഞാൻ തന്നെ നിശ്ചയിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവന്തിക. ശേഷം വീണ്ടും ഇപ്പോൾ ആരതിയെയും സച്ചിയെയും കാണിക്കുന്നുണ്ട്. സച്ചിക്ക് ഇപ്പോൾ ആരതിയെ അർച്ചനയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഇപ്പോൾ ആരതിയെ തന്നെ ഇങ്ങനെ അർച്ചനയാണെന്ന് കരുതി നോക്കി സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് സച്ചി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.